നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. പല ആളുകളുടെ ഉണ്ടല്ലോ വയറിലൊക്കെ നന്നായിട്ട് ഗ്യാസ് കയറിയതിന് ശേഷം അത് ഫുൾ ബോഡിയിലേക്ക് സർക്കുലേറ്റ് ചെയ്തിട്ട് ചില സമയങ്ങളിൽ തലവേദന പോലെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബാക്ക് പെയിൻ പോലെയുള്ള കാര്യങ്ങൾ, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് വായുവിനുള്ളിൽ കൂടെ നന്നായിട്ട് ഏമ്പക്കം നന്നായിട്ട് പോവുക. ചില കണ്ടീഷൻസിൽ പലർക്കും മെന്റാസിഡ് പോലെയുള്ള മെഡിസിൻസും എടുക്കേണ്ടി വരാറുണ്ട്. മറ്റു പലരും നോക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വയറ് പ്രോപ്പറായിട്ട് ക്ലീൻ ആകാതെ വയറിൽ ഗ്യാസ് കയറിയിട്ട് നല്ലൊരു ബുദ്ധിമുട്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കടല, പരിപ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു നേരം പോലും കഴിക്കാൻ പറ്റാതെ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വയറിലൊക്കെ നന്നായിട്ടൊരു അസ്വസ്ഥത പോലെ ഫീൽ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ഗ്യാസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഒരു രോഗമല്ല, അതൊരു നാച്ചുറൽ പ്രോസസ് ആണ്. പക്ഷെ ചില സമയങ്ങളിൽ ഞാൻ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അത് നമ്മുടെ ശരീരം നമുക്ക് തരുന്ന ഒരു സിഗ്നലാണ്, നമ്മുടെ ദഹനം ശരിയായിട്ട് നടക്കുന്നില്ല എന്ന് ശരീരം നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ അടുക്കളയിൽ തന്നെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ വയറിൽ ഉണ്ടാകുന്ന ഈ ഒരു ഗ്യാസിനെ വേരോടെ എങ്ങനെ മാറ്റാം, അതുപോലെ തന്നെ ഇത് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ശീലങ്ങൾ നിങ്ങൾ മാറ്റണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞ വയറിൽ ഗ്യാസ് എന്തുകൊണ്ട് ഉണ്ടാകുന്നത്? നമ്മൾ ആയുർവേദത്തിൽ ഒരു ജഠരാഗ്നി, നമ്മുടെ വയറിലൊരു അഗ്നി ഉണ്ടെന്ന് പറയും. ജഠരാഗ്നി എന്നാണ് പറയാ. ഇതാണ് നമ്മുടെ ഭക്ഷണത്തിന് ദഹിപ്പിക്കുന്നത്. മോഡേൺ ടേമിൽ നമ്മൾ ഇതിനെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നും പറയും കേട്ടോ. അപ്പൊ പല സമയങ്ങളിലും ഈ ഒരു അഗ്നി നന്നായിട്ട് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? ഇതിന്റെ മുകളിൽ നമ്മൾ എന്ത് തന്നെ ഭക്ഷണം കൊണ്ടിട്ടാലും അത് ദഹിക്കില്ല. അത് അവിടെ തന്നെ കിടക്കുകയും ചെയ്യും. അത് പതുക്കെ പതുക്കെ പുളിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒരു ഇൻഡൈജഷൻ ഫോമിൽ എത്തുമ്പോൾ അത് പതുക്കെ പതുക്കെ ഗ്യാസ്, അസിഡിറ്റി ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടാക്കുകയും പതുക്കെ പതുക്കെ ഒരു ഗ്യാസ് മുകളിലേക്ക് വന്നിട്ടാണ് പല സമയത്തും നമുക്ക് ഹെഡേക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. എന്തുകൊണ്ടാണ് ഈ ഒരു അഗ്നി കുറഞ്ഞു വരുന്നത്? അതെന്തുകൊണ്ടാ? പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ ടി വി കുറെ നേരം നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ കൂടെ കുറെ എയറും നമ്മൾ ഉള്ളിലേക്ക് കടത്തും. ഭക്ഷണം പ്രോപ്പറായിട്ട് നമ്മൾ ചവച്ചരച്ച് കഴിക്കുകയും ചെയ്യില്ല. ഈ ഒരു കാരണം കൊണ്ട് നമ്മുടെ ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കാതെ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഗ്യാസ് ഉണ്ടാകാറുണ്ട്. രണ്ടാമത്തെ ഒരു കാരണം നോക്കുകയാണെങ്കിലാണ് സ്ട്രെസ്. പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. ഇപ്പൊ നിങ്ങൾ നല്ലൊരു സ്ട്രെസ്സിലാണ്, അല്ലെങ്കിൽ ദേഷ്യം വന്നിട്ടൊക്കെയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ദഹനത്തിന് വളരെയധികം മന്ദഗതിയിലാക്കാനും ഭാവിയിൽ നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. മൂന്നാമത്തെ ഒരു വലിയൊരു മിസ്റ്റേക്ക് ആണ് പല ആളുകളും ചെയ്യുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ അപ്പൊ തന്നെ ഉണ്ടല്ലോ ഒരു ഗ്ലാസ് 2 ഗ്ലാസ് തണുത്ത വെള്ളം നന്നായിട്ട് കുടിക്കാനായിട്ട് നോക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കുറെ വെള്ളം കുടിക്കുന്നവരുണ്ട്. വെള്ളം നന്നായിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അഗ്നിനെ നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. വെള്ളം കൂടുതൽ കൊടുക്കുന്ന സമയത്ത് അഗ്നി കുറയുമ്പോൾ അത് പ്രോപ്പർ ആയിട്ട് ഭക്ഷണത്തിനെ ദഹിപ്പിക്കില്ല. അപ്പൊ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇനി അവസാനത്തെ ഒരു കാരണമാണ് ഉറക്കക്കുറവ്. ഉറക്കക്കുറവ് ഉണ്ടാകുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ലിവർ ഇല്ലേ, അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യില്ല. അപ്പൊ ഇതുമൂലം നമ്മൾ എന്ത് തന്നെ ഭക്ഷണങ്ങൾ കൊണ്ടിടുകയാണെങ്കിലും അത് നമ്മുടെ ശരീരത്തിന് ഒരു ഓവർലോഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഇതുമൂലം നമുക്ക് പലതരം ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഗ്യാസ്, അസിഡിറ്റി പോലുള്ള പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസും ഉണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ള കുറച്ച് കാരണങ്ങളാണ് കേട്ടോ നമ്മൾ അറിഞ്ഞും അറിയാതെയായിട്ടും പല സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഗ്യാസിനെ നാച്ചുറൽ ആയിട്ട് കളയാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞുതരാം. പല സമയത്ത് പല ആളുകളും പറയാറുണ്ട്, ഒരു ഈവനിങ് ടൈം, വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്താണ് പലർക്കും ഗ്യാസ് നന്നായിട്ട് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കണ്ടീഷനിലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ഇഞ്ചി ഉണ്ടല്ലോ, ഒരു വലിയൊരു പീസ് ഇഞ്ചി എടുക്കുക. നന്നായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇഞ്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ സ്ലൈസസ് ആക്കുക. ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു ചില്ലിന്റെ കുപ്പിയിൽ ഇട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ചില്ലിന്റെ കുപ്പിയിലേക്ക് ഇട്ട് വെക്കുക. അതിലേക്ക് നമ്മൾ ഒരു ഒരു 1/4 ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു നുള്ള് നമ്മൾ ബ്ലാക്ക് സോൾട്ട് ഇല്ലേ, ബ്ലാക്ക് സോൾട്ടും കൂടി നമ്മൾ ക്രഷ് ആയിട്ട് ഇടുക. അതുപോലെ ഡ്രൈ ആയിട്ടുള്ള കുരുമുളക്, നമ്മുടെ കുരുമുളക് ചതച്ചിട്ട് ഒരു 3-4 പീസ് ചതച്ചിട്ട് അത് ഇട്ട് വെക്കുക. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പൊടിയേക്കാൾ എത്രയോ ബെറ്റർ ആണ്, നമ്മൾ ചതച്ചിടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കുരുമുളക്. ശേഷം അവസാനമായിട്ട് ഇടേണ്ട ഒരു കാര്യമാണ്, ഒരു 1/4 പീസ് അല്ലെങ്കിൽ ഒരു അരമുറി നമ്മുടെ നാരങ്ങ ഉണ്ടല്ലോ, ചെറുനാരങ്ങ, ചെറുനാരങ്ങ പിഴിഞ്ഞിടുക. കുരു കളഞ്ഞിട്ട് ചെറുനാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. എന്നും നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതിൽ നിന്നൊരു 3-4 പീസ് എടുത്തതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ ചവച്ചരച്ച് നന്നായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുന്നുണ്ട്. ഇതിന്റെ നീര് മൊത്തം നമ്മുടെ നമ്മുടെ വായിൽ ഉമിനീരുമായിട്ട് മിക്സ് ചെയ്ത് ഉള്ളിലേക്ക് ഇറക്കാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ പതിവായിട്ട് ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങളുടെ വയറിൽ ഗ്യാസ് നന്നായിട്ടുള്ള ഒരാളാണെങ്കിൽ ദിവസവും നിങ്ങൾ ചെയ്യുന്നതിലൂടെ നല്ലൊരു മാറ്റം എന്തായാലും ഉണ്ടാകും. കാരണം ഈ ഇഞ്ചി എന്ന് പറയുന്ന ഒരു കാര്യം അഗ്നിദീപക പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മുടെ അഗ്നിനെ നന്നായിട്ട് ഉത്തേജിപ്പിക്കാനും ഭക്ഷണത്തിനെ നന്നായിട്ട് ദഹിപ്പിക്കാനും അതുമൂലം ഉണ്ടാകുന്ന ഗ്യാസ് പോലെയുള്ള കാര്യങ്ങളെ കുറയ്ക്കാനും വളരെയധികം സഹായിക്കും. പക്ഷേ
നിങ്ങൾക്കിപ്പോ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, വയറ്റിൽ അൾസർ പോലെയുള്ള കാര്യങ്ങളുണ്ട്, ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് എരിച്ചിൽ പോലെയൊക്കെ തോന്നുന്നവരാണെങ്കിൽ ഇഞ്ചി പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇഞ്ചി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഉഷ്ണ പ്രോപ്പർട്ടി ഉള്ള ഒരു കാര്യമായതുകൊണ്ട് ഈ ഒരു ബേണിംഗ് സെൻസേഷൻ നന്നായിട്ട് കൂട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ വയറ്റിൽ ഗ്യാസ് നന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ പറഞ്ഞ ആൾക്കാർ ഒഴിവാക്കാനും കൂടി ശ്രദ്ധിക്കും. ഇനി രണ്ടാമത്തെ റെമഡി ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രി ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്: അര ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ അയമോദകം, 1-2 കുരുമുളകും, അതുപോലെ അവസാനമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി ശർക്കര, ചെറിയൊരു പീസ് ശർക്കര. ശർക്കര എത്ര പഴകിയതാണോ അത്രയും നല്ലതായിരിക്കും. അപ്പൊ ഈ പറയുന്ന പ്രൊപ്പോർഷൻസിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്കോ രാത്രി ഏത് സമയത്താണെങ്കിലും 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് വായിലിട്ട് നന്നായിട്ട് ചവച്ചരയ്ക്കുക. ചവച്ചരച്ചിട്ട് നമ്മുടെ ഉമിനീരുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ആ നീര് നമ്മൾ ഉള്ളിലേക്ക് ഇറക്കണം. ഇത് കഴിച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഗ്യാസ് ഒക്കെ കയറി നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു കുറവ് എന്തായാലും ഉണ്ടാകും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് അസിഡിറ്റി ആണ്, ആസിഡ് നന്നായിട്ട് റിഫ്ലക്സ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണ്, നമ്മുടെ ഈ നെഞ്ചിന്റെ ഭാഗത്ത് നന്നായിട്ട് എരിച്ചിലുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ഒഴിവാക്കാനായിട്ട് നോക്കുക. വയറിൽ എന്തെങ്കിലും അൾസർ ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ഒഴിവാക്കുക. ഇവിടെ ഒഴിവാക്കേണ്ടത് മെയിൻ ആയിട്ട് നിങ്ങൾ കുരുമുളകും അതുപോലെ തന്നെ അയമോദകം, ഇത് കുറച്ച് ചൂടായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഈ പ്രശ്നത്തിന് കുറച്ചൊന്ന് കൂട്ടും. ഈ ഒരു കണ്ടീഷൻ ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെരുംജീരകവും ശർക്കരയുടെയും കോമ്പിനേഷൻ മാത്രമായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഇതൊന്നും ഇല്ല, നിങ്ങൾക്ക് വെറുതെ ഗ്യാസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊപ്പോർഷൻ 4 മിക്സ് ചെയ്ത് നിങ്ങൾ കഴിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കും. ഇനി ഇപ്പൊ നിങ്ങൾ പുറത്തേക്കൊക്കെ പോയിട്ട് എന്തെങ്കിലും കഴിച്ചു എന്നൊക്കെ വിചാരിക്കുക. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ വയറിൽ പെട്ടെന്ന് ഗ്യാസ് കയറി കഴിഞ്ഞാൽ അതിന് ഇൻസ്റ്റന്റ് ആയിട്ട് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളം വേണം. ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ചായക്ക് ഊതി ഊതി കുടിക്കില്ലേ, ആ ഒരു ചൂട് എന്തായാലും വേണം. അതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്: അര ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട്, അര ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ടും ഒരു നുള്ള് നമ്മുടെ കായത്തിന്റെ പൊടി, ഹിങ് പൗഡർ, ഒരു നുള്ള് കായത്തിന്റെ പൊടിയും കൂടി ആഡ് ചെയ്യുക. അതിലേക്ക് ഒരു 1/4 മുറി അല്ലെങ്കിൽ 3-4 ഡ്രോപ്സ് ചെറുനാരങ്ങയുടെ നീര്, കുരു കളഞ്ഞിട്ടുള്ള ചെറുനാരങ്ങയുടെ നീരും കൂടി ആഡ് ചെയ്തതിനു ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് സിപ്പായി നിങ്ങൾ കുടിക്കാനായിട്ട് നോക്കുക. അത് കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുകളിലൂടെ നമ്മുടെ ഏമ്പക്കം പോലെ ഗ്യാസ് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും എപ്പോഴും നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. കാരണം ഇതൊരു ഡെയിലി റുട്ടീനിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് അല്ല. വല്ലപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കഴിക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇപ്പൊ ഞാൻ നേരത്തെ പറയുന്നത് പോലെ തന്നെ ആസിഡ് നന്നായിട്ട് കൂടുതലുണ്ട്, IBS ഉണ്ട്, അൾസർ ഉണ്ട്. ഈവൻ പ്രഗ്നന്റ് ലേഡീസ് ആണെങ്കിൽ പോലും ഈ ഒരു അത്രയും സേഫ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയല്ല നിങ്ങൾക്ക്. പിന്നെ ഈവൻ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡികൾക്ക് ഈ അയമോദകമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് ഒഴിവാക്കാനും കൂടി നോക്കുക കേട്ടോ. കാരണം ചൂടുള്ള കാര്യമായതുകൊണ്ട് അതും കൂടി ഒന്ന് ഒഴിവാക്കുക. ഇനി അവസാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ കടല, പരിപ്പൊക്കെ ഈ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, വെളുത്തുള്ളി, ഇഞ്ചി പോലെയുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ഇട്ടിട്ട് കുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, സമയാസമയത്തിന് ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക. നിങ്ങൾ കുറെ നേരം വിശന്നിരുന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഓഫ് കോഴ്സ് എന്തായാലും ഗ്യാസ് ഒക്കെ നന്നായിട്ട് കയറും. പിന്നെ അത് റുട്ടീൻ ആയിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ പ്രശ്നം കൂടെ എന്തായാലും ഉണ്ടാകും. അപ്പൊ അതൊന്നും നിങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുറെ വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ ആ ഒരു പ്രവണത ഒഴിവാക്കണം. ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം മാത്രം നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെറും വയറ്റിൽ ചായ കുടിക്കുന്ന ആളുകളാണെങ്കിൽ അതും നിങ്ങൾ ഒഴിവാക്കണം. കാരണം വെറും വയറ്റിൽ നിങ്ങൾ എത്രത്തോളം ചായ കുടിച്ചോ നിങ്ങളുടെ ഈ ഗ്യാസിന്റെ പ്രോബ്ലം എന്തായാലും ഉണ്ടാകും. പിന്നെ കൂടുതലായിട്ട് ചായ കുടിക്കുന്നവരിലും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. ദിവസത്തിൽ 1-2 ഗ്ലാസ് മാത്രം ചായ കുടിക്കാനായിട്ട് നോക്കുക. അത് ഇത്രയും മാത്രം. വല്ലാതെ കൂടുതലായിട്ട് ഒരു ഗ്ലാസ്, ഇത്ര പോകുന്ന ഗ്ലാസ് ഒന്നും ചായ കുടിക്കരുത് കേട്ടോ. അത്രയ്ക്കൊന്നും ആവശ്യമില്ല. 1-2 ചെറിയൊരു ഗ്ലാസ് മാത്രം കുടിക്കുക. വേറെ പലരുണ്ട് രാത്രി പാല് കുടിച്ച് കിടക്കുന്ന ആൾക്കാർ. പാല് അത്രയും ഞാൻ ഈ ഒരു കണ്ടീഷനിൽ അത്രയും പറയില്ല, കാരണം ദഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഗ്യാസിന്റെ പ്രശ്നങ്ങൾ കുറച്ചൊന്നും ഉണ്ടാക്കും. പക്ഷെ നിങ്ങൾക്ക് കുടിച്ചേ പറ്റൂ എന്നുള്ളവരാണെങ്കിൽ കുടിക്കുന്ന സമയത്ത് ചൂടാറി കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ചൊരു ഇളം ചൂടാവുന്ന സമയത്ത് അതിൽ കുറച്ചൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും അതുപോലെ ചുക്കിന്റെ പൗഡർ ഉണ്ടല്ലോ, ചുക്കിന്റെ പൊടിയും കുറച്ച് ആഡ് ചെയ്യുന്നതിലൂടെ പാല് കുറച്ചൊന്ന് ദഹിക്കാൻ ഈസി ആയിരിക്കും. ഈ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് ചെയ്യാം. അവസാനമായിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ ഉപ്പിന്റെ പ്രയോഗം നമ്മൾ പറയുന്നുണ്ടല്ലേ, BP കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഉപ്പിന്റെ പ്രയോഗം അധികം നല്ലതായിരിക്കില്ല. ഈവൻ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളാണെങ്കിലും റിപ്പീറ്റ് ആയിട്ട് പറയാണ്, അയമോദകം, ഈ മറ്റേ കായത്തിന്റെ പൊടി, ഇതൊന്നും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി അല്ല കേട്ടോ. അൾസർ ഉണ്ട്, ആസിഡ് റിഫ്ലക്സ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആണ്, IBS പോലെയുള്ള കണ്ടീഷൻസ് ഉള്ളവർക്കും ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങൾ പരമാവധി ഒഴിവാക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ
പെരിഞ്ജീരകവും അതുപോലെ തന്നെ ശർക്കര ഈ പറയുന്ന കോമ്പിനേഷനിൽ നിങ്ങൾക്ക് കഴിക്കാം. ഇത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് പല ആളുകളും പറയാറുണ്ട് ഇത് കഴിക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ കൂടില്ലേ എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാനായിട്ട്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.